ഒരു ഗ്രാമമാണ് കണ്ണാടിപ്പുഴ ഗ്രാമം. നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ ഒഴുകിയിരുന്ന ശുദ്ധമായ പുഴയായിരുന്നു കണ്ണാടിപ്പുഴ. ആ പുഴയായിരുന്നു അവരുടെ സർവസ്വവും. സ്വന്തം മാതാവിനെ പോറ്റുന്നത് പോലെ അവരെല്ലാം ആ പുഴയെ പോറ്റിയിരുന്നു. ശാന്തമായിരുന്നു ആ പുഴയും ഗ്രാമവും. നിങ്ങളെല്ലാവരെയും കണ്ണാടിപ്പുഴയിലേക്കും ആ കൊച്ചു ഗ്രാമത്തിലേക്കും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആ കുട്ടേട്ടാ സൂക്ഷിച്ചു നിൽക്കണേ. ആ എന്റെ ഈശ്വര, എന്നാൽ ഈ കൊലച്ചതി ചെയ്തല്ലോ. നമ്മുടെ ആടാട്ട് പൂരം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പൂരായിരുന്നു. ബലൂൺ കച്ചവടം ഉണ്ടായിരുന്നു. കുട്ടൻ എവിടെയായിരുന്നു? കുട്ട് ഇവിടെ പാണഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുത്ര പകുതി ഉണ്ടല്ലോ, അവിടെയായിരുന്നു കൊട്ട്. 41 പേരടങ്ങുന്ന മേളായിരുന്നു. ഒരു അസല് പെരുക്ക്. ആ പെരുക്ക് അങ്ങോട്ട് കേട്ടോട് കൂടി ആളോട് അങ്ങോട്ട് തുള്ളി. കുട്ടേട്ടന്റെ ആശാന്റെ കൊട്ടല്ലേ, പിന്നെ തുള്ളാനിരിക്കോ? ആ കാഴ്ച ഒന്ന് കാണല്ലേ ചന്ദ്ര, ഒരു 1.5 കൊട്ട. ബലൂണൊക്കെ ചെലവായോ ചന്ദ്ര? കഴിഞ്ഞ അവിടുത്തെ പോലെ കച്ചവടമൊന്നുമില്ല, ആളോള് കുറവാ. പിന്നീട് 1000 രൂപയുടെ കച്ചവടം ഉണ്ടാക്കി ദേവി രക്ഷിച്ചോണ്ട്. വഞ്ചിയാട്ടല്ലേ? ആ കുട്ടേട്ടാ ചെണ്ട വെള്ളത്തിലിട്ടാ സൂക്ഷിച്ച്. ആ മാഷല്ലേ ആ വരണത്. ഞാൻ വീട്ടിൽ പോവാം, പക്ഷേ ശരി കാണാം. ആ ശരി. എന്താ അമ്മ ചേച്ചി ഇതൊക്കെ? ഒന്നും പറയണ്ടെന്റെ മാഷേ, രാവിലെ വന്ന് നോക്കിയപ്പോ കണ്ട കോലതാ. ഇതിന് ചില പറമ്പിൽ തറക്കം നടക്കുക. മാഷ് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ആ വിൽസൺ നായിന്റെ മോൻ പിന്നെ അലമ്പ് തുടങ്ങി. ഈ ബിലീസ് അബൂക്ക ആകെ പ്രശ്ന, ചോര വീഴുന്നു തോന്നണേ. എന്റെ പാറമക്കാവിൽ അമ്മേ, ചോര വിഴാണ്ട് കാക്കണേ. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ മുത്തപ്പ, നിനക്ക് എന്നെ തല്ലിക്കൊല്ലാം, എന്നാ ഈ നാട്ടുകാരുണ്ടല്ലോ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ചുക്കും ചുണ്ണാമ്പോ നീ ഇപ്പൊ തിരിച്ചറിയോ? ഞങ്ങൾ ഈ സ്ത്രീകൾ മതിയുടെ നിന്നെ ചുണ്ണാമ്പ് തേച്ച് വിടാൻ. നീ കുടുംബശ്രീയുടെ കാര്യം നോക്കിയാ മതി, നീ ഇവിടെ കോയിട്ട് ഇളക്കണ്ട. നിന്റെ ഇളക്കലേ കുടുംബശ്രീകാരെ അടുത്ത് വേണ്ട. നിന്നെയൊക്കെ നിർത്തണ്ടോർത്ത് നിർത്താൻ എനിക്കറിയടാ. നീ ഒന്നും സംസാരിക്കണ്ട. സംസാരിക്കടാ. ഞാൻ ഇവിടെ തന്നെയാടാ പെറ്റ് വീണത്. കണ്ണാടിപ്പുഴയിലെ കളിച്ചും കുളിച്ചും വളർന്നവളാടാ ഞാൻ. പിന്നെ നീ പറഞ്ഞില്ലേ കുടുംബശ്രീ, അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാ. അതുകൊണ്ടേ എനിക്ക് എന്റെ നാട്ടുകാരെ കൂടെ നിൽക്കാൻ പറ്റൂ. പറഞ്ഞേട്ടടാ ജോക്ലി. അത് ശരി, കമ്പനിക്കെതിരെ നിങ്ങൾ എന്തിനാ സമരം ഉണ്ടാക്കണേ? കമ്പനി നിങ്ങൾ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ലേ? ഞങ്ങളുടെ കണ്ണാടിപ്പുഴ നീ മലിനാക്കിയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ കമ്പനിക്കെതിരെ ഞങ്ങൾ പൊരുതും. അത് ഞങ്ങളുടെ ജീവൻ പോയാലും ശരി. ബാലം പറഞ്ഞ് കേട്ടില്ല നിങ്ങള്? സമരം ചെയ്യേണ്ടത് സമരം തന്നെ ചെയ്യുന്നു. അതിന് നിന്റെ മുതലാളിക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യടാ. എന്നാ ചെയ്യേ. ഞങ്ങളുടെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം നിന്റെ മുതലാളിയുടെ ഒരു വെള്ളത്തിൽ നടക്കണ്ട പുല്ലേ. അപ്പൊ ആ ജീവനങ്ങൾ എടുത്താലോ? നിന്റെ അപ്പനുണ്ടല്ലേ മത്തായി, അയാള് വിചാരിച്ച പോലെ നടക്കില്ലടാ. എന്നാ നീ അടിക്കണം. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നേ? തമ്മി തല്ലിച്ചാവാനാണോ ഭാവം? സാർ, കമ്പനിക്കെതിരെ സമരം ചെയ്യുന്നു പറഞ്ഞപ്പോ അപ്പനും മോനും സഹിച്ചില്ല. സൈക്കിളടാ സൈക്കിള, ഞങ്ങളുടെ ചോറായി ഫാക്ടറി. അതിനെതിരെ സമരം ചെയ്യാനൊന്നും ഒരുത്തനെ സമ്മതിക്കില്ല. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള സമരത്തിലായി നിന്റെ സമ്മതമൊന്നും വേണ്ട. ബാല നിർത്ത്. വിൽസന്റെ വികാരം മനസ്സിലാകുന്നുണ്ട്, എന്നാൽ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ വികാരം വിൽസൺ മനസ്സിലാക്കണം. നിങ്ങൾ പണിയെടുക്കുന്ന ഫാക്ടറി ഇവിടെ തുടർന്നാൽ നാളെ നമുക്കെല്ലാവർക്കും ആപത്താണ്. ഈ കണ്ണാടിപ്പുഴയ്ക്കും ആപത്താണ്. ആ ഫാക്ടറി ഞങ്ങളുടെ ചോറാണ്. അറിയാം. ഫാക്ടറി വരണ കണ്ണാടിപ്പുഴയിൽ മീൻ പിടിച്ചാ ജീവിച്ചിരുന്നേ. മത്തായിട്ട് അത് മറക്കരുത്. കണ്ണാടിപ്പുഴ എക്കാലത്തും അന്നത്തിനുള്ള വക തന്നിട്ടുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്നും മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാരുടെ അടവാണ് ഏലിയാസ് നടപ്പാക്കിയത്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ആ അടവിൽ അയാൾ തൽക്കാലം ജയിച്ചു. എന്നാൽ ഇതിൻ്റെ എല്ലാം പരിണത ഫലം ദുഃഖകരമായിരിക്കും. പരസ്പരം വെട്ടിമരിക്കാനാണ് ജീവിക്കുന്നതെങ്കിൽ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും എന്താണ് അർത്ഥം? മാഷ് നാട്ടുകാർക്ക് വേണ്ടി വലിയ ഓശന പാടണ്ട. പാടിയാ പൊളിച്ചടക്കം ഞങ്ങൾ.
കൈയും കാലും വെട്ടി മാറ്റി ഞാൻ. കന്നാലി നീ ഒരു ചുക്കും ചെയ്യില്ലടാ. ഇങ്ങോട്ട് ഒരടിച്ച തിരിച്ചങ്ങോട്ട് രണ്ടടി. നോക്കണ്ട. നോക്കാം ആരും ജയിക്കാന്ന്. അന്ന് നിനക്കൊരു അടി തന്നപ്പോ നീ ഒന്ന് ഓടിയതാ. ഇനി നിനക്ക് ഓടണോ? ഓടണടാ. കേട്ടില്ലടാ. ബാല നിന്നെ ഞാൻ സൗകര്യം പോലെ കണ്ടോളാം. ഓ സൗകര്യം വരുമ്പോഴേ അറിയിച്ചാ മതി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. നിന്നെ കാണാം. പുഴമീനേ വാളേ വാളേ പുഴമീനേ ജോസേ നോക്കി വലിക്കട്ടാ. പിന്നെ ആദ്യമായിട്ട് വലിക്കല്ലേ ഞാനിത്. പുഴമീനാണ് കേട്ടാ, വാളാണ് കേട്ടാ. പോയരാ നിന്റെ വാളയും കോലും. വാളേ പുഴമീനേ. ആളെ പറ്റിക്കാനായിട്ട് ഇറങ്ങും. വണ്ടി സൈഡാവുണ്ടാ നോക്കി വലിക്കടാ. നീ വണ്ടി പിടിക്കാണ്ട് വില കൂടിയ മീനന്റെ ജോസേ. എത്തി. പുഴമീനേ, പുഴമീനേ. അവിടെ നിക്കണം. അവിടെ നിക്കാൻ. അവിടെ നിക്കണം. വാ നീ ഇങ്ങനെ അലറിയ തൊണ്ട പൊട്ടില്ലേ? ഓളില്ലാണ്ട് എങ്ങനെയാ ആളോളറിയാ? ഇരപ്പായിട്ടിന് ബോധമില്ലാണ്ടയ്യാ. 65 ഓണം ഉണ്ടോനടാ ഈ ഞാൻ. ആ എന്നോടാ നീ ബോധമില്ലാന്ന്. വേഷം കെട്ടൊന്നും വേണ്ടാട്ടാ. അത് കലക്കി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ അപ്പായിട്ടാ. ആന വള്ളി ട്രൗസർ ഇട്ടോന്നാ, നടക്കുമ്പോ വള്ളി പൊട്ടിയെന്നോ? ആ പടക്കൊന്നും ഇവിടെ പൊട്ടില്ല ജബാറേ. അത് പോട്ടെ, നമ്മുടെ മോലാളി ഇവിടെ ഉണ്ടാ. അവിടെ ഉണ്ടാ. ആ അത് മതി. ഇന്നലത്തെ മീനേ ആരുടെ കയ്യിന്നാ മേടിച്ചെന്ന് മോലാളി ചോദിച്ചേ. അത്രയ്ക്ക് നല്ല സാധനായിരുന്നല്ലോ. നിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. എന്നെ അത് നന്നായി, സന്തോഷായി. നീ ഇപ്പൊ വരുന്ന വഴിക്ക് നമ്മടെ പള്ളിയുടെ മണി കണ്ടാം. മണി അതെന്റെ മുതലാളിയുടെ മണിയാ. ആ ആ മണിയുമേ എന്താ എഴുതിയേക്കണം നിനക്കറിയോ? ഏയ് ആ, കാ ദേ മാ കോ വക. അതൊന്നിട്ടത് മനസ്സിലായില്ലല്ലേ? കാളിയേങ്കര ദേവസി മകൻ കൊച്ചുലൂക്കാ വക. ഇപ്പൊ പിടികിട്ടിയ നമ്മുടെ ഔറാച്ചു മുതലാളിയില്ലേ, മുതലാളിയുടെ അപ്പന്റെ 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 വക. നമ്മുടെ മുതലാളിയുടെ വക വേറെ ഉണ്ട്, അത് പിന്നെ പറയാം. നീ മീനെടുത്തേ. അത് ശരി. മീനെടുക്കടാ. ഇത് കണ്ടാ, കൊള്ളാം. ഇതാണ് ഞാൻ പറഞ്ഞ വാള, നമ്മുടെ മുതലാളിയുടെ സാധനം. ഇതാണ് നമ്മുടെ മുതലാളിയുടെ മുതല്. ഇത് നിങ്ങൾ മുതലാളിക്കാ കൊടുക്കുക. ആ നോക്കട്ടെ, ഇന്നലത്തേനും ഭേദാന്നാ തോന്നണേ. ആയിക്കോട്ടെ. ശരി ശരി ശരി. പുഴമീനേ, പുഴമീനേ. പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ. മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ. പുഴകൾ അകലേന്ന് കണ്ടപ്പോഴേ ആണാണോ തോന്നിയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? തനി പെണ്ണായി, നാടൻ പെണ്ണ്. ചന്ദ്രേശ്വരി നെയ്പ്പ് കാണുമ്പോഴേ കാമുകനെ നോക്കി നിൽക്കണ പോലെ തോന്നും. ഡാടാ പെടലേ, നീ എന്നെ പ്രേമം പഠിപ്പിക്കാൻ വരണ്ടാട്ടാ. അയ്യോ അതെ, ഇടയ്ക്കൊക്കെ ഒന്ന് പ്രേമിച്ചു നോക്കണ്ടേ ചന്ദ്രേച്ചി. എത്ര കാലം ഇങ്ങനെ കായ്ക്കാത്ത തെങ്ങ് പോലെ നിൽക്കുക. ഡാ ചക്ക, നീ എന്റെ നാവുന്ന പോലെ കേക്കണ്ടാട്ടാ. അയ്യോ, അല്ലെങ്കിൽ കണ്ടത് പറഞ്ഞാ കഞ്ഞി കിട്ടില്ല. എന്റെ ചന്ദ്രേച്ചി, ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാൻ എന്തേലും പറഞ്ഞാലേ നീ നാട് മുഴുവൻ നോട്ടീസാക്കും. ഓ. അതോണ്ടേ ഞാനൊന്നും പറയണില്ല എന്റെ പൊന്നോ. അത് ശരിയാ, അല്ലെങ്കിൽ മണിക്ക് പണിയാവും. ഡാ പെടലേ, ജബാർക്കനെ കണ്ടാലേ ഞാനിവിടെ കാത്തു നിൽക്കാന്ന് പറയണേ. മണിയേ, ചായ. മണിയേ, ഞാൻ കണ്ടുട്ടാ. ആരോടും പറയണ്ടാട്ടാ. അയ്യോ, ഇതാരോടെ കൊണ്ടുവച്ചേ.
ഏ